+1 പൊളിറ്റിക്കൽ സയൻസിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് 4th ചാപ്റ്റർ ആയിട്ടുള്ള എക്സിക്യൂട്ടീവ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ചാപ്റ്റേഴ്സിനെ ഒന്ന് പറയാം. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ ആയിരുന്നു. അതിൽ നമ്മൾ പറഞ്ഞത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്, എന്തിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ഉണ്ടായി, അതിലെ ഓരോ കാര്യങ്ങളും ഏതൊക്കെ രാജ്യത്തിൽ നിന്നും നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രധാനപ്പെട്ട ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ്, മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സ് തമ്മിലുള്ള വ്യത്യാസവും നമ്മൾ പറഞ്ഞു. തേർഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എലക്ഷൻ ആൻഡ് റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. ഒരു രാജ്യത്ത് എലക്ഷൻ്റെ ഇമ്പോർട്ടൻസ്, ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ ഈ പറയുന്ന എലക്ഷൻ്റെ ഇമ്പോർട്ടൻസും എങ്ങനെയാണ് എലക്ഷൻ നടത്തുന്നതെന്നും എലക്ഷൻ്റെ ടൈപ്പുകളാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പായിട്ട് പറയട്ടെ, നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് 3 അവയവങ്ങൾ കൂടിയിട്ടുള്ളതാണ്. 3 ഓർഗൻസ് ഓഫ് ഗവൺമെൻറ്. അതായത് ഇപ്പോൾ ഒരു മനുഷ്യന് ഒരു അവയവം എത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഓരോ ഓർഗനും ഇമ്പോർട്ടൻ്റ് ആണല്ലേ. കണ്ണായാലും ചെവിയായാലും മൂക്കായാലും ഒക്കെ ഓരോന്നിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും പല ഓർഗൻസ് ഉണ്ട്, പല അവയവങ്ങളുണ്ട്, അവർക്ക് അവരുടേതായ ഡ്യൂട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു ഗവൺമെൻറ്റിനെ 3 ഓർഗൻസ്, അതിലേറ്റവും പ്രധാനപ്പെട്ട 3 ഓർഗൻസിനെ കുറിച്ചാണ് അടുത്ത 3 ചാപ്റ്ററിലായിട്ട് നമ്മൾ പഠിക്കുന്നത്. അതിലാദ്യമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന കാര്യം. എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ ലെജിസ്ലേച്ചർ, അതേപോലെ തന്നെ ജുഡീഷ്യറി. ഇതാണ് 3 പ്രധാനപ്പെട്ട ഓർഗൻസ്. ഒരു ശരീരത്തിലെ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഹാർട്ട്, കിഡ്നി, ബ്രെയിൻ എങ്ങനെയാണോ അതുപോലെയാണ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, അതുപോലെ തന്നെ ജുഡീഷ്യറി വരുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഭരണ നിർവഹണ വിഭാഗം എന്ന് പറയും. അതുപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഭരണ നിർമ്മാണമാണ്. നിർമ്മാണം, അതുപോലെ തന്നെ ജുഡീഷ്യറി, നീതിന്യായം. ഈ 3 കാര്യമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ എക്സിക്യൂട്ടീവ് എന്താണെന്ന് ആദ്യം പറയാം. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് എ ബോഡി ഓഫ് പേഴ്സൺസ് ദാറ്റ് ലുക്സ് ആഫ്റ്റർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. അതായത് നമ്മുടെ രാജ്യത്ത് പല നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലേ. അപ്പോൾ പല നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ഇംപ്ലിമെന്റ് ചെയ്യണം, അത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുന്ന വ്യക്തികളെ ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെയാണ് നമ്മൾ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ബോഡി ഓഫ് പേഴ്സൺസ് എന്ന് പറഞ്ഞാൽ അതാണ്. ആ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. എക്സിക്യൂട്ടീവ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫ്രെയിമിംഗ് ദ പോളിസി ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ ഒരു രാജ്യത്തിന്റെ നയരൂപീകരണത്തിൽ എക്സിക്യൂട്ടീവിന് അതിൻ്റെതായ റോളുണ്ട്. അപ്പോൾ എക്സിക്യൂട്ടീവ് ആരാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ വേറെ ആരാണ്, ഗവർണർ. ഓക്കെ, ഇത്ര ആൾക്കാരെ ഓർക്കാം. പ്രസിഡന്റ് ഡ്യൂട്ടി എന്താണ്, ഈ പറയുന്ന രാജ്യസഭയിലും ലോകസഭയിലും പല കാര്യങ്ങളും ചർച്ച ചെയ്യും അല്ലേ. അതിൽ നിന്നും ഉണ്ടാവുന്ന ലാസ്റ്റ് പ്രൊഡക്റ്റിൽ സൈൻ ചെയ്യുക എന്നുള്ള ഡ്യൂട്ടിയാണ് എക്സിക്യൂട്ടീവിനുള്ളത്. അപ്പം എക്സിക്യൂട്ടീവാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇവർ ചർച്ച ചെയ്തെല്ലാം ചെയ്യുന്നു, അത് നടപ്പിലാക്കുന്നത് എക്സിക്യൂട്ടീവ് ആണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടി, ഇംപ്ലിമെന്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് എക്സിക്യൂട്ടീവ്? എ ബോഡി ഓഫ് പേഴ്സൺസ് ദാറ്റ് ലുക്ക് ആഫ്റ്റർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ ഇൻ ആക്ച്വൽ പ്രാക്ടീസ്. അതായത് ഈ ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസും റെഗുലേഷൻസും അതിനെ ആക്ച്വൽ പ്രാക്ടീസിൽ വരുത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ നടപടി നടത്തുന്ന ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. എക്സിക്യൂട്ടീവ് ഇസ് ഓൾസോ ഇൻവോൾവ് ഇൻ ദ ഫ്രെയിമിംഗ് പോളിസി ഓഫ് ദി ഗവൺമെന്റ്. അപ്പോൾ ഗവൺമെന്റിന്റെ നയരൂപീകരണത്തിൽ എക്സിക്യൂട്ടീവിന് പ്രധാനപ്പെട്ട ഒരു റോളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സിക്യൂട്ടീവിനെ പല ടൈപ്പായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. പല ടൈപ്പ് ഉണ്ട്, പല കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തേത് പാർലമെന്ററി എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, അതുപോലെ തന്നെ പ്രസിഡൻഷ്യൽ സിസ്റ്റം. പാർലമെന്ററി സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ പ്രൈം മിനിസ്റ്റർക്കാണ് റോള് കൂടുതൽ. അതായത് നമ്മുടെ രാജ്യം എടുക്കാം, ഇന്ത്യയിൽ എങ്ങനെയാണ്, നമുക്ക് പ്രധാനമന്ത്രിയുണ്ട്, പ്രസിഡന്റ് ഉണ്ട് അല്ലേ. പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മൾ മുമ്പിൽ കാണുന്ന ആരെയാണ്, പ്രധാനമന്ത്രിയാണ്. കാരണം നമ്മുടെ രാജ്യത്ത് പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആയതുകൊണ്ടാണ് ഈ പ്രധാനമന്ത്രിക്ക് ഇത്രയും ഡ്യൂട്ടി. സെയിം ടൈം നിങ്ങൾ അമേരിക്കയുടെ കാര്യം എടുത്തു നോക്കൂ. അമേരിക്കയിൽ എന്താ സംഭവം, അമേരിക്കയിൽ പ്രസിഡന്റിനാണ് ഇമ്പോർട്ടൻസ്. അവിടെ നമ്മൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പോസ്റ്റേ കാണാൻ സാധിക്കില്ല. അവിടെ പ്രസിഡന്റ് ആണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. ഓക്കെ, ഇതാണ് വ്യത്യാസം.
അതുപോലെ സെമി പ്രസിഡൻഷ്യൽ എന്ന് പറയുന്ന വേറൊരു കാറ്റഗറി കൂടിയുണ്ട്. സെമി പ്രസിഡൻഷ്യൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രസിഡന്റിനും പവർ ഉണ്ട്, പ്രൈം മിനിസ്റ്ററിനും പവർ ഉണ്ട്. രണ്ടുപേർക്കും പകുതി പകുതിയായിട്ടുള്ള അധികാരമുള്ളതിനാണ് നമ്മൾ സെമി പ്രസിഡൻഷ്യൽ എന്ന് പറയുക. അപ്പോൾ പാർലമെന്ററി ആവുമ്പോൾ പ്രൈം മിനിസ്റ്റർക്കാണ് കൂടുതൽ ഡ്യൂട്ടി, സെമി പ്രസിഡൻഷ്യൽ ആവുമ്പോൾ രണ്ടുപേർക്കും ഡ്യൂട്ടി ഉണ്ട്, പ്രസിഡൻഷ്യൽ ആവുമ്പോൾ പ്രസിഡന്റിനാണ് കൂടുതൽ ഉത്തരവാദിത്തം. ഇങ്ങനെ 3 കാറ്റഗറി. ഓക്കെ, അപ്പോൾ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ പാർലമെന്ററി സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഇന്ത്യ, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇപ്പം ഇംഗ്ലണ്ടിൽ നമുക്കറിയാം ക്യൂനുണ്ട്, അതുപോലെ തന്നെ അവിടെ മിനിസ്റ്ററും ഉണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട് അല്ലേ. അതുപോലെ ഇന്ത്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഇന്ത്യയിൽ പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. പക്ഷെ കൂടുതൽ ഉത്തരവാദിത്തം വരുന്നത് ആർക്കാണ്, ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർക്കായിരിക്കും. അപ്പം ഇങ്ങനെ കുറച്ച് ഉത്തരവാദിത്തമുള്ള, ഇല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഉണ്ട് എന്നാൽ അത്ര ഒരു ആക്റ്റീവ് റോളില്ലാത്ത ആൾക്കാരെയാണ് നമ്മൾ നോമിനൽ എന്ന് പറയാം. നോമിനൽ. ഓക്കെ, നോമിനൽ പവർ. നോമിനൽ പവർ, റിയൽ പവർ. എന്താണ് നോമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കാഴ്ചക്കായിട്ട് അവിടെ ഒരു ഹെഡ് ഉണ്ടാവും. ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ കാര്യം എടുക്കാം. ഇംഗ്ലണ്ടിൽ നമ്മൾ ക്യൂനുണ്ട്, ക്യൂനും ഉണ്ട്, പ്രൈം മിനിസ്റ്ററും ഉണ്ട്. പക്ഷെ ക്യൂവിന് അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ക്യൂവിനെ ഓർക്കും, അതുപോലെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസിഡന്റിനെ ഓർക്കും. പക്ഷെ ഇവർക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നും ഉണ്ടാവില്ല. അധികം കാര്യങ്ങളും ചെയ്യുന്നത് ഈ പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് റിയൽ പവർ, യഥാർത്ഥ അധികാരമുള്ള വ്യക്തി. മറ്റേത് പ്രസിഡന്റിന് അത്ര അധികാരങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഹീസ് ദ ടോപ്പ് പൊസിഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ആരാണ് നോമിനൽ? പ്രസിഡന്റ് നോമിനലും റിയൽ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്ററും ആയിരിക്കും. സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും എന്താണ് ഡ്യൂട്ടീസ് ഉണ്ടാവും. ബോത്ത് ഹാവ് പവേഴ്സ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. ഇവിടെയൊക്കെ ശ്രീലങ്കയിൽ രാജാവും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ പറയുന്ന പൊസിഷനും ഉണ്ടാവും. സെയിം ടൈം എന്താണ് അവിടെ ഒരു ഡെമോക്രാറ്റിക് ഭരണവും കൂടി ഉണ്ടാവും. അപ്പോൾ രണ്ടുപേർക്കും അവരുടേതായ പവേഴ്സ് ഉണ്ടാവും. അതാണ് സെമി പ്രസിഡൻഷ്യൽ. അപ്പോൾ പ്രസിഡൻഷ്യൽ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് അവിടെ പ്രസിഡന്റ് ആണ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഹി ഓൾസോ ദ ഹെഡ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഹെഡും അദ്ദേഹമായിരിക്കും, ആ രാജ്യത്തിന്റെ ഹെഡും അദ്ദേഹമായിരിക്കും. അതേപോലെ തന്നെ എന്താണ് പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അദ്ദേഹത്തിന് ലെജിസ്ലേച്ചർ ആയിട്ട് എന്താണ് നല്ലൊരു ബന്ധം ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. അതേപോലെ തന്നെ അതിന് എക്സാമ്പിളാണ് ഏത് രാജ്യം? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം. ഓക്കെ, അപ്പോൾ സെമി പ്രസിഡൻഷ്യൽ പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നോക്കൂ, കുറച്ചും കൂടി എക്സാമ്പിൾസ് എന്ന് പറയുന്നത് പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിന് USA, ബ്രസീൽ, പാർലമെന്ററി സിസ്റ്റത്തിന് യുണൈറ്റഡ് കിങ്ഡം, അതായത് ഇംഗ്ലണ്ട്, ഇന്ത്യ, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങൾ. സെമി പ്രസിഡൻഷ്യൽ ആവുമ്പോൾ ഫ്രാൻസ്, റഷ്യ, ശ്രീലങ്ക. ഇനി ഇതിലെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ പാർലമെന്ററി സിസ്റ്റം ഓഫ് ഗവൺമെന്റ് സ്വീകരിച്ചു എന്നുള്ളതാണ്. പാർലമെന്ററി സിസ്റ്റം അറിയാം, പ്രസിഡന്റ് എന്ന് പറയുന്നത് നോമിനലും പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് റിയൽ പവർ ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാർലമെന്ററി സിസ്റ്റം എന്ന് പറയാം. നമുക്കൊരു പാർലമെന്റ് ഉണ്ട്, രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്, പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ പല സ്റ്റെപ്പുകളായിട്ടാണ് നമ്മുടെ ഒരു സിസ്റ്റം ഉള്ളത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു സിസ്റ്റം സെലക്ട് ചെയ്തതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ എവിടുന്നാണ് നമ്മൾ ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഈ ഒരു ഐഡിയ ബോറോ ചെയ്ത് എവിടുന്നാണ്? ബ്രിട്ടനിൽ നിന്നുമാണ് അല്ലേ. ബ്രിട്ടന്റെ ഐഡിയ ആണ്, അതായത് ഇംഗ്ലണ്ടിന്റെ ഐഡിയ ആണ് ഈ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്. ആ ഐഡിയ ആണ് നമ്മൾ ബോറോ ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫെമിലിയർ. ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഇന്ത്യക്ക് കൂടുതൽ ഫെമിലിയർ ആണ്. മാത്രമല്ല, ഫെമിലിയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ പരിചയമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ എന്താണ് കൂടുതൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇതുവഴി ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റ് പ്രിവെന്റ്സ് ഡെസ്പോട്ടിസം പോലെയുള്ള കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാനായിട്ട് പാർലമെന്ററി സിസ്റ്റത്തിന് സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യയിലെ എക്സിക്യൂട്ടീവുകൾ ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ദ മേജർ എക്സിക്യൂട്ടീവ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആരൊക്കെയാണ് എക്സിക്യൂട്ടീവുകൾ എന്നുള്ളതാണ്. ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ വരാറുണ്ട്. ഇന്ത്യയിലെ നാഷണൽ ലെവൽ, അതായത് സെൻട്രൽ ലെവൽ എടുത്തു കഴിഞ്ഞാൽ, രാജ്യം മൊത്തം എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള എക്സിക്യൂട്ടീവുകൾ എന്ന് പറയുന്നത് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്. ഇതാണ് എക്സിക്യൂട്ടീവുകൾ. അതായത് ഒരു കാര്യം നടപ്പിലാക്കുന്നത് ഇവരൊക്കെയാണ്. പ്രസിഡന്റാണ് പ്രധാന തീരുമാനം എടുക്കുക. അതുപോലെ പ്രൈം മിനിസ്റ്റർ തീരുമാനം എടുക്കുന്നുണ്ട്, മിനിസ്റ്റേഴ്സ് തീരുമാനം എടുക്കുന്നുണ്ട്. സിവിൽ സർവൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഈ ഉദ്യോഗസ്ഥന്മാര്.
മനസ്സിലായില്ലേ? ഉദ്യോഗസ്ഥന്മാർ. ഫോർ എക്സാമ്പിൾ നമ്മൾക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ വില്ലേജ് ഓഫീസറാണ് സൈൻ ചെയ്ത് തരിക. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം നടപ്പിലാക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് ഈ പറയുന്ന ബ്യൂറോക്രസി, സിവിൽ സർവൻസ് എന്നൊക്കെ പറയുന്ന ഈ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്ന വിഭാഗം. ഓക്കെ, അപ്പം ആരൊക്കെയാണ്? പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്. ഓക്കെ, സ്റ്റേറ്റ് ലെവലിൽ വരികയാണെങ്കിൽ, ഇപ്പൊ സംസ്ഥാന തലത്തിൽ വരികയാണെങ്കിൽ ആരൊക്കെയാണ്? ഗവർണർ, ചീഫ് മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, സിവിൽ സർവൻസ്. അപ്പൊ പ്രസിഡന്റിന് നാഷണൽ ലെവലിൽ എന്ത് റോളാണോ അതേ റോളാണ് ഗവർണർക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്ററിന് എന്ത് ഉത്തരവാദിത്വം ഉണ്ടോ അതേപോലെയാണ് ചീഫ് മിനിസ്റ്ററിന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാവുക. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മന്ത്രി സഭ, അവർക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് ഓരോ വകുപ്പിലും. അപ്പൊ അതാണ് സ്റ്റേറ്റ് ലെവലില്. അതേപോലെ സിവിൽ സർവൻസ്, ഇവിടെയും ഉദ്യോഗസ്ഥന്മാരുണ്ട്, സെൻട്രലിലും ഉദ്യോഗസ്ഥരുണ്ട്. ഇപ്പൊ IAS ഓഫീസേഴ്സ് ഉണ്ട്, IRS ഉണ്ട്, IFS ഉണ്ട്, തുടങ്ങിയ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളാണെന്ന് ഓർക്കാം. നെക്സ്റ്റ്, നമ്മളിനി ഓരോ എക്സിക്യൂട്ടീവിനെയും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആര്? ഈ രാഷ്ട്രപതി ഇല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. പ്രസിഡന്റ് എന്ന് പറയുന്നത് എ സെറമോണിയൽ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കാഴ്ചക്ക് വേണ്ടി മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന പ്രസിഡന്റ്. ഓക്കെ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഭരണകാര്യങ്ങളിലൊന്നും ഇടപെടാനോ ഒന്നും തന്നെ സാധിക്കില്ല, അല്ലേ? നമ്മൾ എവിടെയും കേട്ടിട്ടുണ്ടോ പ്രസിഡന്റ് അഭിപ്രായം പറയുന്നതൊക്കെ? ഇല്ല. അപ്പോൾ അദ്ദേഹം ഒരു സെറമോണിയൽ ആയിട്ടുള്ള ഒരു പ്രത്യേക പൊസിഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ആർട്ടിക്കിൾ 52 പ്രകാരമാണ് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 52 ആണ് എന്ത് പറയുന്നത്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, indirectly elected by the electoral college consist of MPs and MLAs. അപ്പൊ എങ്ങനെയാണ് ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്നത്? നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് MLA മാരുടെയും MP മാരുടെയും ഒക്കെ തന്നെ, ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ ഒരു മീറ്റിംഗ് ഉണ്ടാവും. ഓക്കെ, ആ മീറ്റിംഗിൽ, അതിനാണ് ഇലക്ട്രൽ കോളേജ് എന്ന് പറയാം, ഇവരൊരു ഇലക്ഷൻ നടത്തും ഈ ആൾക്കാരൊക്കെ ഇരുന്നിട്ട്. ആ ഇലക്ഷനിൽ നിന്നും ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോലെ ഈ പറയുന്ന ഇലക്ഷൻ വോട്ട് ചെയ്തിട്ടൊന്നും അല്ല ജയിപ്പിക്കുന്നത്. മനസ്സിലായില്ലേ? വോട്ടിംഗ് ഉണ്ടാവും, പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ രീതിയിലുള്ള ഇലക്ഷൻ ആയിരിക്കില്ല അവിടെ നടക്കുക. ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തെ 5 വർഷത്തേക്കാണ് ഈ ഒരു പൊസിഷനിലേക്ക് സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അറ്റ് പ്രസന്റ് ആരാണ്? രാംനാഥ് കോവിന്ദ്. അദ്ദേഹം 2017 എന്തായത് പ്രസിഡന്റ് ആയിട്ട് മാറിയത്. അപ്പൊ അദ്ദേഹത്തിന്റെ പീരീഡ് കഴിയുമ്പോൾ അടുത്ത വ്യക്തി വരും. ഒരു 5 വർഷം കഴിയുമ്പോൾ, 2017 പ്ലസ് 5 വർഷം കഴിയുമ്പോൾ പുതിയ പ്രസിഡന്റ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഇനി നമുക്ക് പ്രസിഡന്റിന്റെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനെ 5 വർഷത്തേക്കാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം റിസൈൻ ചെയ്യുകയോ ഇല്ലെങ്കിൽ മരണപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റിനാണ് ആ ഒരു ഡ്യൂട്ടി വരിക. വൈസ് പ്രസിഡന്റ് ഒരു ചെറിയ പീരീഡിലേക്ക് വരികയും പിന്നീട് വീണ്ടും പുതിയ പ്രസിഡന്റുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയും അതുവഴി പുതിയ പ്രസിഡന്റ് വരികയും ചെയ്യും. അപ്പോൾ എന്താണ് ഒരു പ്രസിഡന്റ് ആവാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പ്രസിഡന്റ് ആവണം. ഇപ്പൊ നമ്മൾക്ക് പ്രസിഡന്റ് ആവണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം നോക്കൂ. ഫസ്റ്റ് വൺ, ഹി മസ്റ്റ് ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പൗരനായിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തത്, ഹി മസ്റ്റ് ഹാവ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35. 35 വയസ്സ് പൂർത്തിയായ ഒരാൾക്ക് മാത്രമേ എന്താവാൻ പറ്റുള്ളൂ? പ്രസിഡന്റ് ആവാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത്, ഹി മസ്റ്റ് ബി ക്വാളിഫൈഡ് ഫോർ എലക്ഷൻ ആസ് എ മെമ്പർ ഓഫ് ലോക്സഭ. ഇപ്പൊ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ ജയിക്കും എന്നുള്ള ഉറപ്പുള്ള വ്യക്തികളായിരിക്കണം ഈ ഒരു പൊസിഷനിലേക്ക് വരേണ്ടത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പറയുന്ന പ്രസിഡന്റ് ആയിട്ട് വരുന്ന വ്യക്തികൾ ഒരിക്കലും ഗവൺമെന്റിന്റെ ഒരു കാര്യത്തിലും മെമ്പർ ആവാൻ പാടില്ല. അതായത് ഒരു ഗവൺമെന്റ് എംപ്ലോയിയോ ഇല്ലെങ്കിൽ ഈ പൊസിഷൻ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള പൊസിഷൻ വഹിക്കുമ്പോൾ വേറെ ഒരു ജോലിയും തന്നെ ഇദ്ദേഹം ചെയ്യാൻ പാടില്ല. എസ്പെഷ്യലി ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് അദ്ദേഹത്തിന്റെ പ്രിവിലേജ്, അദ്ദേഹത്തിന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ഒരു പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും ബഹുമാനിക്കുന്ന വ്യക്തിയായിട്ട് അദ്ദേഹം മാറും. അതേപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ട സ്പെഷ്യൽ പ്രിവിലേജുകളൊക്കെ ഉണ്ടാവും. പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് പല കാര്യങ്ങളും ലഭിക്കും. അതുപോലെ തന്നെ
അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് പ്രൊസീഡിങ്സ് ഒന്നും ഉണ്ടാവില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി ഇതിന്റെ സബായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെന്ന് വിചാരിക്കാം, അതായത് പ്രസിഡന്റ് എന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അദ്ദേഹത്തിനെ നമുക്ക് ആ പൊസിഷനിൽ നിന്ന് മാറ്റണം. അതിനെയാണ് നമ്മൾ ഇംപീച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇംപീച്ച്മെന്റ്. ഓക്കെ, ഇംപീച്ച് ചെയ്യാന്ന് വെച്ചാൽ റിമൂവൽ എന്നുള്ള, റിമൂവിങ് ഫ്രം ദ ഓഫീസ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക കുറേ കാര്യങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. പ്രസിഡന്റിനെതിരെ ഒരു അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞ് എന്താണ് അദ്ദേഹം ചെയ്ത കുറ്റം എന്നുള്ളതിനെ അപ്ലിക്കേഷൻ നമ്മൾ കൊടുത്തിട്ട് 14 ദിവസം മുമ്പ് കൊടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം, ആ ടോട്ടൽ സഭയിലെ ആ ഒരു ഹൗസിലെ, അപ്പർ ഹൗസ് ആവാം ലോവർ ഹൗസ് ആവാം, ലോക്സഭ രാജ്യസഭ, ഇതിലെ ടോട്ടൽ മെമ്പേഴ്സിന്റെ 1/4 സൈൻ ചെയ്ത അപ്ലിക്കേഷൻ ആയിരിക്കണം 14 ദിവസം മുമ്പ് ഈ പറയുന്ന സഭയിൽ വെക്കാൻ. അത് പാസ്സാവണമെങ്കിൽ ആ സഭയിലെ 1/2 സമ്മതിച്ചിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് തോന്നിയ റീസൺസിനൊന്നും റിമൂവ് ചെയ്യാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ഉണ്ടായാൽ മാത്രം, കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങൾ മോശമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതിനെ തെറ്റിക്കുന്ന രീതിയിൽ, തൻ്റെ പൊസിഷന് കളങ്കം ഉണ്ടാക്കുന്ന രീതിയിൽ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ ആ പൊസിഷനിൽ നിന്നും റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ പവേഴ്സാണ്. എന്തൊക്കെ അധികാരമാണ് അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ എന്ന് പറയുന്നത് പല കാറ്റഗറീസ് ഉണ്ട്. ഓക്കെ, എക്സിക്യൂട്ടീവ് പവേഴ്സ് ഉണ്ട് അദ്ദേഹത്തിന്, ലെജിസ്ലേറ്റീവ് പവേഴ്സ് ഉണ്ട്, ജുഡീഷ്യൽ പവേഴ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ പവർ ഉണ്ട്, എമർജൻസി പവർ ഉണ്ട്. ഓക്കെ, ഇങ്ങനെ അദ്ദേഹത്തിന് ഒരുപാട് പവർ ഉണ്ട്. ഓക്കെ, പല മേഖലകളിലായിട്ട് അദ്ദേഹത്തിന്റെ അധികാരം നീണ്ടു കിടക്കുന്നുണ്ട്. ഇപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഒരു ബില്ല് നിയമമാവണമെങ്കിൽ പ്രസിഡന്റ് സൈൻ ചെയ്യണം. ലെജിസ്ലേറ്റീവ് ഭരണനിർമ്മാണത്തിലും അദ്ദേഹത്തിൻ്റെതായ പവർ ഉണ്ട്. അതുപോലെ തന്നെ ജുഡീഷ്യൽ കാര്യങ്ങളിൽ ന്യായത്തിനുമായി ബന്ധപ്പെട്ടും ഇദ്ദേഹത്തിന് ഒരുപാട് പവേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ്. ഡിസ്ക്രിഷണറി പവേഴ്സ് ഓഫ് ദി പ്രസിഡന്റ് എന്ന് വെച്ചാൽ വിവേചന അധികാരം എന്നാണ് ഡിസ്ക്രിഷണറി പവറിന്റെ മലയാളം. ഓക്കെ, എന്തൊക്കെയാണത് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് നമ്മൾ പറഞ്ഞു അദ്ദേഹം നോമിനലാണ്, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് അഭിപ്രായം പറയാനോ ഒന്നിലും സാധിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങളിൽ ഇദ്ദേഹത്തിന്റെ അധികാരം വളരെ ശക്തമായിട്ട് ഉന്നയിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ സിറ്റുവേഷൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. മൂന്ന് സിറ്റുവേഷൻസിലാണ് അദ്ദേഹം പ്രധാനമായിട്ട് പ്രതികരിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പവർ യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രസിഡന്റ് ക്യാൻ സെൻഡ് ബാക്ക് ദ അഡ്വൈസ് ഗിവൺ ബൈ ദി കൗൺസിൽ ഓഫ് മിനിസ്റ്റർ ഫോർ ദി റീകൺസിഡറേഷൻ. ഇപ്പൊ ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രസിഡന്റിന് അഭിപ്രായം ചോദിക്കാം. ആരോട്? ഈ പറയുന്ന മിനിസ്റ്റേഴ്സിനോട്. ഇപ്പോൾ പറയുന്ന ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെങ്കിൽ അദ്ദേഹത്തിന് നമ്മുടെ മന്ത്രിസഭയിലെ മന്ത്രിമാരോട് അഭിപ്രായം ചോദിക്കാം. ആ സമയത്ത് അദ്ദേഹത്തിന് അത് തൃപ്തി ആയില്ലെങ്കിൽ അതെന്ത് ചെയ്യാം, റീകൺസിഡറേഷന് വേണ്ടി വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയിട്ട്, തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എനിക്കിത് നിങ്ങൾ തന്ന എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയില്ല, അതുകൊണ്ട് നിങ്ങൾ വീണ്ടും പുതിയത് തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് മടക്കി അയക്കാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഇങ്ങനെ ഒരുപാട് പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല, കുറച്ച് പ്രാവശ്യമേ പറ്റുള്ളൂ. ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതേ ആപ്ലിക്കേഷൻ ഒരു തിരുത്തലും ഇല്ലാണ്ട് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ പ്രസിഡന്റ് അത് ചെയ്തേ പറ്റുള്ളൂ. കാരണം അദ്ദേഹം എന്താണ്, നോമിനലാണ്, ഇവർ പറഞ്ഞ് അനുസരിക്കേണ്ട വ്യക്തി മാത്രമാണ്, പ്രത്യേകിച്ച് റോളൊന്നും ഇദ്ദേഹത്തിനില്ല. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് എൻജോയ്സ് വീറ്റോ പവർ ഇൻ ലോ മേക്കിംഗ്. നിയമനിർമ്മാണത്തിൽ പ്രസിഡന്റിന് വീറ്റോ പവർ എന്ന് പറയുന്ന കാര്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. വീറ്റോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നിയമം ഉണ്ടാക്കി, ഓക്കെ, ആ നിയമം പ്രസിഡന്റിന്റെ മുമ്പിൽ സൈൻ ചെയ്യാനായിട്ട് പോയി. അദ്ദേഹത്തിന് വേണമെങ്കിൽ അതവിടെ ഹെൽഡ് ചെയ്ത് വെക്കാം, അതായത് അവിടെ വെക്കാം, ഓക്കെ, പെൻഡിങ്ങിൽ വെക്കാം. ഇല്ലെങ്കിൽ സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തിരിച്ചയക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അത് മണി ബിൽ, സാമ്പത്തികമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകൾ ഒഴികെയുള്ള ബില്ലുകൾക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ്, അതിൽ സൈൻ ചെയ്യില്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പെൻഡിങ്ങിൽ വെക്കാം. ഓക്കെ, അതാണ് പറയുന്നത്. വേണമെങ്കിൽ അത് റിട്ടേൺ ചെയ്യാം, ഓക്കെ, പാസ്സാക്കാണ്ട് റിട്ടേൺ ചെയ്യാം, എനിക്ക് സൈൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാം. പക്ഷെ അത് വീണ്ടും തിരിച്ചയക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് സൈൻ ചെയ്തേ പറ്റുള്ളൂ.
മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് വീറ്റോ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പ്രസിഡന്റ് ക്യാൻ ജസ്റ്റ് കീപ് ദ ബിൽ പെൻഡിങ് വിത്ത് ഹിം വിത്തൗട്ട് ദ എനി ടൈം ലിമിറ്റ്. എത്ര കാലത്തേക്ക് വേണമെങ്കിലും അദ്ദേഹത്തിന് അങ്ങനെ പെൻഡിങ്ങിൽ വെക്കാം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത് അപ്പോയിൻമെന്റ് ഓഫ് പ്രൈം മിനിസ്റ്റർ ഇൻ എ ഹഞ്ച് പാർലമെന്റ്. അതായത് ചില സമയത്ത് ഇലക്ഷനിൽ നമുക്കറിയാം 2 പാർട്ടികൾക്കും ഒരേപോലെ സീറ്റ് കിട്ടുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 500 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അതിൽ 260 ഒരു പാർട്ടിക്കും ബാക്കിയുള്ള സീറ്റ് വേറൊരു പാർട്ടിക്കും കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ സീറ്റ് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കണം എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള സമയത്ത് ഈ പറയുന്ന പ്രസിഡന്റിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാർട്ടിയെ എന്ത് ചെയ്യാൻ വേണ്ടി വിളിക്കാം? ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് വിളിക്കാം എന്നാണ് പറയുന്നത്. മനസ്സിലല്ലേ? ഇഫ് നോ പാർട്ടി ഗെറ്റ്സ് എ ക്ലിയർ മെജോറിറ്റി ഇൻ ലോക്സഭ, പ്രസിഡന്റ് ഹാസ് ടു യൂസ് ഹിസ് ഓൺ ഡിസ്ക്രിഷൻ ഇൻ ജഡ്ജിങ് ഹൂ റിയലി ഹാവ് ദ സപ്പോർട്ട് ഓഫ് മെജോറിറ്റി ഓർ ഹൂ ക്യാൻ ആക്ച്വലി ഫോം ആൻഡ് റൺ ദ ഗവൺമെന്റ്. ഓക്കെ, ഒരു ഗവൺമെന്റ് ആരുണ്ടാക്കും എന്നറിയാത്ത കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ആർക്കാണോ കൂടുതൽ മെജോറിറ്റി ഉള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് വിളിക്കാം. ആ പാർട്ടിയെ ഗവൺമെന്റ് ഫോം ചെയ്യാനായിട്ട് വിളിക്കാം. എ പാർട്ടി ബി പാർട്ടി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു പാർട്ടിക്ക് 51 സീറ്റ്, മറ്റേ പാർട്ടിക്ക് 49. അങ്ങനെ ആകുമ്പോൾ ആരാ ഭരിക്കുക? കൺഫ്യൂഷൻ ആവും അല്ലേ? ഭൂരിപക്ഷം ആയിരിക്കില്ല. ആ സമയത്ത് വേണമെങ്കിൽ പ്രസിഡന്റ്, ഇപ്പം ഞാൻ പ്രസിഡന്റാണെന്ന് വിചാരിക്കാം, എനിക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ എ പാർട്ടിയെ വിളിക്കാം, ഇല്ലെങ്കിൽ ബി പാർട്ടിയെ വിളിക്കാം. അത് എൻ്റെ മാത്രം ഉത്തരവാദിത്വമാണ്. ഓക്കെ, എന്നിട്ട് ഗവൺമെന്റ് ഫോം ചെയ്യാം. എന്നിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക? ആ ഗവൺമെന്റ് അവരുടെ പവർ കാണിക്കണം. അതായത് അവര് ശരിക്കും ആ അധികാരം ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തികളാണെന്ന് തെളിയിക്കണം. അങ്ങനെ ആവുമ്പോൾ എന്ത് ചെയ്യും? ഈ ഗവൺമെന്റ് ഫോം ചെയ്യാം. ഓക്കെ, ഇതാണ് 3 ഡിസ്ക്രിഷണറി പവേഴ്സ് എന്ന് പറയുന്നത്. പ്രസിഡന്റിന്റെ കാര്യത്തിൽ ഈ ഡിസ്ക്രിഷണറി പവറും ഇംപീച്ച്മെന്റ്